കടകംപള്ളി സുരേന്ദ്രന് ക്ലീൻ ചീറ്റ് നൽകുവാൻ എന്തായാലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പല സംശയങ്ങളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അന്വേഷണം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തപ്പോൾ കടകംപള്ളിക്ക് കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെന്നോ ഒരു ക്ലീൻ ചീറ്റൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല. കാരണം കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഈ അവിശുദ്ധ ബന്ധത്തിൽ എന്തെങ്കിലും ശുപാർശകൾ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ SIT തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ ചെയ്യുകയില്ല. കാരണം ഇപ്പോൾ പാർട്ടിയും ഗവൺമെൻറ്റും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. ഇതൊരു കേന്ദ്ര ഏജൻസി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇതിൻ്റെ പിന്നിൽ ആരാണ് താങ്കൾക്ക് ഇതെല്ലാം ഒരുക്കുവാനും ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുവാനും അധികാരം തന്നതിൻ്റെ പുറകിലാര് എന്ന് വീണ്ടും കേന്ദ്ര ഏജൻസികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് അദ്ദേഹം തത്ത പറയും പോലെ കാര്യങ്ങൾ പറയും. ഇന്നാരാണ് ഇതിൻ്റെ പുറകിൽ? കാരണം അവരിരിക്കുന്ന ഫോട്ടോ എല്ലാം സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിൽ വന്നത് വളരെ സീക്രട്ടായിട്ട് ഇരിക്കുന്ന ബോഡി ലാംഗ്വേജ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അന്വേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിയുന്നു, എന്നിട്ടും കടകംപള്ളിയിലേക്ക് മാത്രം എത്തുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം ഇപ്പോൾ നേരത്തെ എത്താത്തത് ത്രിതല തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ. പക്ഷേ അത് ആ പാട്ടും ബഹളവും പ്രചരണവും കേരളത്തിലേറ്റു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് LDFന് പ്രത്യേകിച്ച് ഒരടിയായി. അത് അവരുടെ മെയിൻ ഘടകകക്ഷിയായ CPIയുടെ ശ്രീ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയം പാർട്ടിക്ക് ദോഷം ചെയ്തു, പ്രചരണം ദോഷം ചെയ്തു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് വരെ സമ്മതിച്ചു, ശബരിമല വിഷയം പാർട്ടിക്ക് ദോഷമായി ബാധിച്ചു. അതുപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് എത്താറായി, പടിവാതിൽക്കലെത്തി. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ വിജ്ഞാപനം വന്നാൽ മതി. അപ്പോൾ ഈ അന്വേഷണം വരികയാണ് എങ്കിൽ കഴക്കൂട്ടത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ ഒക്കുകയില്ല. മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള MLA മാർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ജനകീയ MLA മാർ ഒരുപാട് പേരുണ്ട്. അവരെ ഇത് ബാധിക്കും, കേരളത്തെ ബാധിക്കും, സീറ്റ് കുറയും. ഇതെല്ലാം ഇപ്പോൾ വരുന്ന പത്രങ്ങളുടെ ഇലക്ഷൻ അനാലിസിസിൽ വരുന്നുണ്ട്. പ്രചരണത്തിൽ വിലക്കയറ്റം, കൊടുകാര്യസ്ഥത, ഇവിടുത്തെ തൊഴിലില്ലായ്മ, ഇവിടുത്തെ ജനങ്ങളോട് ഉള്ള സാധാരണക്കാരോട് ജനങ്ങൾക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തീവില. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ ഇനി കടകംപള്ളിയും ശബരിമലയും കൂടി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വന്നാൽ പാർട്ടി ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷത്തെങ്കിലും ഇരിക്കണ്ടേ? അത്ര MLA മാർ കിട്ടൂലെന്നറിയാം. അതുകൊണ്ട് SIT ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ സംരക്ഷിക്കുന്നതായിരിക്കാം. ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ. അപ്പോൾ ഇതിന് ഉത്തരവാദി മുഖ്യമന്ത്രി കൂടെ അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഒരു MLA ആണ്, ഗവൺമെൻറ്റിൻ്റെ മുൻ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ പറയുന്നത് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചോദ്യം ചെയ്ത് ED മിനിഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുനിന്ന് തെളിവ് കിട്ടിക്കഴിഞ്ഞു. ആ 18 പടിയുടെ ബാക്കി പഞ്ചലോകത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ രേഖകൾ ഇരുന്നത് കിട്ടിയിട്ടുണ്ട്, എഴുത്തുകുത്തുകൾ കിട്ടി. ഇത് ചെമ്പാക്കണം, സ്വർണത്തെ ചെമ്പാക്കണമെന്ന് ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. EDക്ക് ഇതെല്ലാം തെളിവാണ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ പുളിമാത്തുള്ള വീട്ടിൽ നിന്ന് സ്വർണത്തിൻ്റെ അംശങ്ങളെടുത്തു. പത്മകുമാറിൻ്റെ പത്തനംതിട്ടയുള്ള ആ ആഡംബര ബംഗ്ലാവിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റും നാണയങ്ങളും പല അനധികൃതമായിട്ട് അവിടുത്തെ സാധനം പർച്ചേസ് ചെയ്തതിൻ്റെ രേഖകളെടുത്തു, ഇൻവോയ്സുകൾ, വൗച്ചറുകളെടുത്തു. മറ്റ് ശങ്കരദാസിൻ്റെ വീട്ടിൽ നിന്ന് രേഖകളെടുത്തു. അതുപോലെ കൊല്ലത്തു നിന്നുള്ള പഴയ കമ്മീഷണറും പ്രസിഡൻ്റായിരുന്ന വാസുവിൻ്റെ വീട്ടിൽ നിന്ന് തെളിവുകൾ കിട്ടി. അപ്പോൾ EDക്ക് വേണ്ടതിലപ്പുറം തെളിവുകളുണ്ട്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി കറക്റ്റ് മറുപടികൾ പറഞ്ഞാൽ ഈ വലിയ തിമിംഗലത്തിൻ്റെ അടുത്തേക്ക് അന്വേഷണം പോകുവാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈസിയായി അന്വേഷിക്കാം. ഇനി ഇവർ ചെയ്ത കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞാൽ കടകംപള്ളി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലൊരു കറപ്ഷൻ ഉള്ള ഒരാൾ ഒരിക്കലും ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, നമുക്കറിഞ്ഞുകൂടാ.
പക്ഷേ ഇത്തരത്തിലെ കറപ്ഷൻ പണ്ട് ഇതുപോലെ ഒരു 2 രൂപ 3 പൈസ പ്രശ്നത്തിൽ നമ്മുടെ പൂനേന്ദ്ര എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ തട്ടുകട നടത്തിയ ആളിനെ പോലീസ് അടിച്ചു കൊന്നു. അന്ന് ടി കെ രാമകൃഷ്ണൻ സാറാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തുന്നപ്പോൾ പാർട്ടി 8 നിലയിൽ പൊട്ടി, പോലീസ് മർദ്ദിച്ച് പണ്ട് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ പല കേസുകളിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് മാറ്റി നിർത്തിയില്ല എങ്കിൽ പാർട്ടിക്ക് പ്രതിപക്ഷം എന്തെങ്കിലും വലുതായിട്ടൊന്നിരിക്കാം. മാറ്റി നിർത്താതെ വീണ്ടും സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ത്രിതല തെരഞ്ഞെടുപ്പിൽ നടത്ത അൻപേ പരാജയം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ടാകും എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ വിലയിരുത്തൽ എനിക്ക് പറയാം. കൃത്യമായി തന്നെ കടകംപള്ളിക്ക് പാർട്ടി സംരക്ഷണമുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി സംരക്ഷണമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് അവിടുത്തെ അയ്യപ്പനെ ഉയിര് കൊടുത്ത് പ്രതിഷ്ഠിച്ച കുടുംബത്തിലെ താഴ്മൺ കുടുംബത്തിലെ തന്ത്രി കണ്ഠരര് രാജീവ് പേരിൻ്റെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല? ക്ഷേത്രത്തിൻ്റെ തന്ത്രി കഴിഞ്ഞാൽ വേറെ അടുത്ത് പ്രതിഷ്ഠയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ അഡ്മിനിസ്ട്രേഷനും മന്ത്രിയും എല്ലാം ഉള്ളൂ. അപ്പോൾ തന്ത്രിയേക്കാളും വലുതല്ല മന്ത്രി. ക്ഷേത്ര ആചാര അനുഷ്ഠാന രീതികളിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ മുഖ്യസ്ഥാനം തന്ത്രിക്കാണ്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം മന്ത്രവാദിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇടനിലക്കാരന്മാരായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഈ പത്മകുമാർ, ഇവരെ 3 പേരെയും മന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരം കുറവായിരിക്കുമോ? ആയിരിക്കും. എന്തായാലും മന്ത്രിസഭയുടെ കാരണവർ എന്നുള്ള നിലയിൽ, ക്യാപ്റ്റൻ എന്ന നിലയിൽ കപ്പൽ ആടി ഉലഞ്ഞ് പോവുകയില്ല എന്ന് അവർ പറയണമെങ്കിലും കപ്പൽ ഇപ്പോഴും ആടി ഉലഞ്ഞ് കോളുകളിട്ട് വെള്ളം അകത്ത് കയറി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റന് രക്ഷപ്പെടണം. എടുത്തു ചാടി പോകണമെങ്കിൽ ക്യാപ്റ്റൻ രക്ഷിക്കാൻ മറ്റ് റെസ്ക്യൂ സാധനങ്ങൾ വേണം ചാടി രക്ഷപ്പെടണമെങ്കിൽ. അങ്ങനെ ചാടി രക്ഷപ്പെട്ടാൽ ഈ പറയുന്ന മറ്റ് ക്രൂകളായിട്ടുള്ള ആൾക്കാരും മറ്റ് കപ്പലിലെ സ്റ്റാഫുകളായ കടകംപള്ളിയും മുരാരി ബാബുവും ബാക്കിയുള്ളവരും എല്ലാം തുറന്ന് പറയും. അപ്പോൾ വീണ്ടും കപ്പൽ ആടി ഉലഞ്ഞ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ മുങ്ങും. അപ്പോൾ അതുകൊണ്ട് കപ്പൽ ക്യാപ്റ്റനായ ശ്രീമാൻ പിണറായി വിജയൻ ഇതറിയാതിരിക്കുവാൻ വഴിയില്ല. അപ്പോൾ ആരെന്ത് ചെയ്താലും, ഇപ്പോൾ അവർ അസംബ്ലിയിൽ പറഞ്ഞു, സാർ ഇത് ആടി ഉലയുന്ന കപ്പലല്ല സാർ, നമുക്ക് നല്ലൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞ ആ സ്ഥിതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ കപ്പിത്താനും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LDF എന്ന് പറയുന്ന വൻ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ചില സ്റ്റാഫുകളായിട്ടുള്ള CPI പോലുള്ളവർ പലതും എതിർക്കുന്നത് അതുകൊണ്ടാണ്. അടുത്തിവിടെ LDF വരികയില്ല എന്ന് CPIയിലുള്ളവർക്കും ഇപ്പോഴത്തെ ഈ പുതിയ ചാനലുകളുടെയും ഇംഗ്ലീഷ് വീക്കിലികളുടെയും ഇലക്ഷനും അനാലിസിസും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വീണ്ടും അവർ വരുമെന്ന് പറയുന്നത് ഒരു അർഹമായ സീറ്റെങ്കിലും പുറകെ ഇരിക്കാതെ ഫ്രണ്ടിലിരിക്കാൻ പ്രതിപക്ഷത്ത് ഇരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് ഉത്തരവാദിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ കപ്പിത്താനായ പിണറായി വിജയൻ ഈ ഗവൺമെൻറ്റിൽ മോശമായ ഒരു കപ്പിത്താനും മുഖ്യമന്ത്രിയായിരുന്നെന്ന് ജനങ്ങൾ വിധിയെഴുതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.